നമ്മുടെ ബോട്ട് സാമ്പ്രാണിക്കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ്. 50 രൂപയ്ക്ക് ഒരു ബോട്ട് യാത്ര പോയാൽ ചേസ് ചെയ്യുകയാണ്. ഈ ഒക്കെയല്ല, ഇത് കുളക്കാക്കയോ എന്തോ അങ്ങണ്ടാണ്. ഇപ്പൊ നമ്മളവിടെ പരവൂര് വരെ വരുവാടേ കായലിൽ കൂടി. 50 രൂപയ്ക്ക് കൊല്ലത്തുനിന്ന് സാമ്പ്രാണിക്കോടി പോയിട്ട് വരാം. അതും ഇതുപോലെ അടിപൊളിയായിട്ട് ഈ ഒരു ബോട്ടിലെ യാത്ര. ബോട്ടിന്റെ പുറകിലെത്തിയാൽ മനോഹരമായ ഈ കാഴ്ച കാണാം. അഷ്ടമുടി കായലിന്റെ ഭംഗിയും ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ ബോട്ടിൽ പോവുകയാണ്. അടിപൊളി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ബോട്ടിന്റെ അകമാണ്. ബോട്ടിന്റെ സ്രാങ്ക് ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഒരു റൂമാണ്. അടിപൊളി കേട്ടോ, സൂപ്പർ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അടിപൊളി ബോട്ട്, സൂപ്പർ ബോട്ട് എന്ന് വെച്ചാൽ സൂപ്പർ ബോട്ട്. തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം. കരയടുത്തു കാണണല്ലോ. അടിപൊളി അടിപൊളി. നമ്മളെ ഓണം ആരംഭിച്ചിരിക്കുകയാണ്. ഹായ്, ഇന്ന് നമ്മൾ കൊല്ലം KSRTC സ്റ്റാൻഡിന്റെ അടുത്തുനിന്നുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും സാമ്പ്രാണിക്കോടി വരെ ഒരു ബോട്ട് യാത്ര പോവുകയാണ്. അതും വെറും 50 രൂപയ്ക്ക് കൊല്ലത്ത് ഇങ്ങനെ ഒരു ബോട്ട് യാത്ര പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ പോകാൻ പറ്റും. അടിപൊളി എൻജോയ് ചെയ്ത് കിടുക്കാച്ചി വൈബിൽ പോകാൻ പറ്റും. അതും കൊല്ലത്തിന്റെ അഷ്ടമുടി കായലിലെ നാടൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കിടിലം യാത്ര. അടിപൊളി ബോട്ടാണ്. അപ്പൊ ഈ ബോട്ടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ പോയി നിന്നാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ട്രെയിൻ യാത്രയൊക്കെ കണ്ടിട്ടില്ല, അതിന്റെ ഏറ്റവും പുറകിൽ ഉള്ള കോച്ച് കണക്ക് അതുപോലെ നമുക്കിതിൽ പുറകിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകൾ കാണുന്ന കണക്ക് അതിന്റെ പുറകിലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ പ്രത്യേകത കൂടി ഈ ഒരു ബോട്ടിനുണ്ട്. നമ്മള് കൊല്ലത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതൊരു നല്ലൊരു ചോയ്സ് തന്നെയാണ്. 50 രൂപയ്ക്ക് സാമ്പ്രാണിക്കോടി പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു വൈബ് യാത്ര തന്നെയാണ്. നമുക്ക് കാണാനും ഗൈഡിങ് തരാനും ആൾക്കാരുണ്ട്. അടിപൊളിയാണ്, നല്ല അടിപൊളി യാത്ര തന്നെയാണ്. പിന്നെ ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സോളാർ ബോട്ടാണ്. 2 എഞ്ചിനുണ്ട്. അടിപൊളി, നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. നമ്മളിതാ സാമ്പ്രാണിക്കോടി അടുത്തെത്താറായിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ മീൻ പിടിക്കുന്ന കാഴ്ചകളും പിന്നെ സൈഡിൽ പല പല ബോട്ട് ചെട്ടിന്ന് ആൾക്കാർ കയറുന്നതും അതും എല്ലാം കണ്ട് നമുക്ക് ഒരു നാടൻ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. അതും കുറഞ്ഞ ചിലവിൽ. അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ബോട്ട് യാത്ര. അത് നമ്മുടെ കൊല്ലത്തുനിന്ന് വെറും 50 രൂപയ്ക്കാണ് ഈ ഒരു ബോട്ട് യാത്ര നമ്മൾ സാമ്പ്രാണിക്കോടി വരെ പോകുന്നത്. സാമ്പ്രാണിക്കോടിയിൽ നമ്മൾ വലത് കാല് വെച്ച് ഇറങ്ങുന്നു അല്ലേ. ഇവിടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ആദർശ്, ഏതായാലും ഈ ഒരു യാത്ര വെറുതെ ആയില്ലല്ലോ. അടിപൊളി. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്ലോഗറാണ്. ചാനലിന്റെ പേരെന്ന് പറയാമോ? ട്രാവലർ. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോകാറുണ്ടല്ലോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ കണ്ടുമുട്ടി. സത്യം പറഞ്ഞാൽ ഞാനിന്ന് മൈക്ക് എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് വന്നപ്പോൾ മൈക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പം ബ്രോയാണ് എനിക്ക് മൈക്ക് തന്ന് ഹെൽപ്പ് ചെയ്തത്. കണ്ടില്ലേ, ബ്രോയുടെ മൈക്കിലാണ് ഞാനിപ്പം എടുത്ത 2-3 ഷോട്ട് എടുത്തത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ മൈക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഓഡിയോ ക്വാളിറ്റി ഇല്ലേ, വീഡിയോ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഓവർലേ കൊടുത്ത് ഡബ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യം, ദൈവഭാഗ്യമാണ്. ബ്രോയെ കണ്ടു. ബ്രോയും വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഒരേ ദിവസമാണ്. അപ്പം നമുക്ക് സാമ്പ്രാണിക്കോടി കണ്ടിട്ട് വരാം. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ട അടിച്ചു പുളിക നല്ല സ്ഥലം. ജേണി പിടിച്ചെടുക്കാം. ரொம்ப அஃபோர்டபுளாக இருக்குது. பெருசளவுக்கு டிக்கெட் சார்ஜஸ் பண்ணல. ஸோ 10 ரூபா 50 ரூபா அந்த ரேஞ்சிலே 1 மணி நேரம் போட்டில் ரைட் பண்ணுறது பெரிய விஷயமா இருக்குது. கேரளா கவர்மெண்ட் சூப்பராக பண்ணுறாங்க. ஸோ டூரிசத்துக்காக நிறைய கேரளா கவர்மெண்ட் சப்போர்ட் பண்ணுறாங்க. அந்த விஷயத்தில் ரொம்ப பிடிச்சிருக்கு. നമ്മളെ സാമ്പ്രാണിക്കോടിയിലും ഒരു ബോട്ട് റൈഡും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്ത് കയറിയിട്ട് അവരോട് ചോദിക്കാം. ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കോടിയുടെ ഓൾ ഇൻ ഓൾ വർഷം. ഇതാ ഓണമായിട്ട് ഞാൻ ഒരു അത്തത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ സാമ്പ്രാണിക്കോടി വന്നപ്പം അവിടെ ബോട്ട് ചെട്ടിയുടെ ഫ്രണ്ടിൽ ഇട്ട് വെച്ച അത്തമാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. സാമ്പ്രാണിക്കോടിയിൽ ഓണത്തിന് എന്താണ് പരിപാടി, എന്താണ് ഇവിടുത്തെ വിശേഷം എന്നുള്ളത് ചോദിക്കാം. ഹായ്, നമുക്ക് ഓണത്തിന് എന്താണ് ഇവിടുത്തെ പരിപാടി, സ്പെഷ്യൽ ഓണപരിപാടിയൊക്കെ? ഓണത്തിന് ഈ പ്രാവശ്യം സ്പെഷ്യൽ പരിപാടികളാണ്. അതായത് 2023 DTPC സാമ്പ്രാണിക്കോടി ഐലൻഡ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഗവൺമെൻറ് DTPC ഇവിടെ ഒരു ഓണം ഒരുക്കുന്നത്. അതായത് 26 തിരുവോണത്തിന് ആരംഭിച്ച് 27, 28, 29 ജില്ലാതല സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ശ്രീ ബിന്ദു കൃഷ്ണ അവറുകൾ നിർവഹിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. ഇതിൽ ഗാനമേളയുണ്ട്, ഫോക്ക് ഡാൻസ് ഉണ്ട്. പിന്നീട് ലാസ്റ്റ് ദിവസം കൊച്ചിൻ ഗിന്നസിന്റെ KS പ്രസാദിന്റെ മെഗാ ഷോ ഉണ്ട്. കൊച്ചിൻ ഗിന്നസിന്റെ മെഗാ ഷോ ഉണ്ട്. കുറേ നാളായി കൊച്ചിൻ ഗിന്നസിന്റെ മെഗാ ഷോ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും എല്ലാവരും വരണം. ഐലൻഡിലുണ്ടാവും.
പരിപാടികൾ. അപ്പോൾ ഏതായാലും വിപുലമായ പരിപാടികളാണ്. 6-ാം തീയതി തുടങ്ങി നമുക്ക് 29-ാം തീയതി ഓണപരിപാടികൾ ഇവിടെ നമ്മൾ അവസാനിക്കും. 29-ാം തീയതി 26-ാം തീയതി സ്റ്റാർട്ടാവും. സമാപനം 29-ാം തീയതി. കൊച്ചിൻ ഗിന്നസ്, നമ്മുടെ പഴയ കൊച്ചിൻ ഗിന്നസ്, ഒരുപാട് കലാകാരന്മാർ വളർന്നു വന്ന ഒരു സമിതിയാണ് കൊച്ചിൻ ഗിന്നസ്. അപ്പോൾ അവരിവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഇപ്പം ഗവൺമെന്റ് ഒരു ഫെറി ബോട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ടൈമിങ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് കൊല്ലത്തുനിന്ന് സർവീസ്. ആ ബോട്ടിലാണ് നമ്മൾ വന്നത്. അത് ആ ബോട്ടിൽ വന്ന അതിൽ തന്നെ നമുക്കിപ്പം തിരിച്ചും പോകണം. അത് 11:15 തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പം അതിമനോഹരമാണ്. നല്ലൊരു ബോട്ടിങ്ങും കിട്ടും കൊല്ലത്തുനിന്ന്, നല്ലൊരു ബോട്ടിങ്ങും കിട്ടും. നമുക്ക് പിന്നെ വന്ന് ഐലൻഡ് സന്ദർശിച്ച് പോവാം. എല്ലാവരും വരണം. ഈ ഓണത്തിനൊരു വലിയ ഓണസമ്മാനമാണ്. അപ്പം നമുക്ക് ഒരു കായൽപ്പാട്ട് കേട്ടാലോ? എങ്കിൽ ചേട്ടൻ പാടും. ചേട്ടൻ്റെ പേര് കൂടെ ഒന്ന് പറ. മാധവൻ. ചേട്ടൻ ഇവിടെ ഉള്ള തന്നെ? ഞാൻ മൈനാപ്പിളുള്ളതാണ്. കൊല്ലം ജില്ല തന്നെ. കൊല്ലം ജില്ല തന്നെ. അപ്പം നമുക്ക് പാട്ടിലോട്ട് പോയാലോ? ഓക്കെ, പാടി. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെങ്കാറ്റു വീശണല്ലോ, ചെമ്മാനം പൂക്കണല്ലോ, ചെങ്കാറ്റു വീശണല്ലോ, ചെമ്മാനം പൂക്കണല്ലോ. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. അടിപൊളി അടിപൊളി. അപ്പം നമ്മൾ ഓണം ആരംഭിച്ചിരിക്കുകയാണ്. അടിപൊളി ഓണം. നമുക്കൊരു ആർപ്പോയും കൂടി ഒന്ന് വിളിച്ചാലോ? ആർപ്പോയ് റോ റോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി. ഇതാണ് നമ്മുടെ യഥാർത്ഥ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി. അപ്പം കണ്ടില്ലേ, ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓണത്തിന് എങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയൊരു കിടിലം ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൊല്ലത്ത് നിന്നും ഈ ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. വെറും 50 രൂപയ്ക്ക് കൊല്ലത്ത് നിന്നും നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടിയിൽ വരാം, ഇവിടെ എൻജോയ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു വള്ളമോ ബോട്ടാക്കെ എടുത്തിട്ട്, ഇവിടെ നിന്നും ബോട്ടുണ്ട് കേട്ടോ, ബോട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ ഒരു ബോട്ടിൽ കയറി നമുക്ക് അതിൻ്റെ മധ്യത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് വരാം. പിന്നെ ഇവിടെ ഓണപരിപാടികളും ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ വൈബോസ്കി കാഴ്ചകളും വീഡിയോയും ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്. ടാറ്റാ.